കാസർഗോഡ് KNM സംഘടിപ്പിച്ച ടൗൺ സലഫി ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രമുഖ പണ്ഡിതൻ യൂസുഫ് മൗലവി പ്രാർത്ഥനയ്ക്കും ഈദ് ഖുത്തുബയ്ക്കും നേതൃത്വം നൽകി. ദൈവകൽപ്പനയ്ക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായി സമർപ്പിച്ച മഹാത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പെരുന്നാളുമെന്ന് യൂസുഫ് മൗലവി പറഞ്ഞു. ജാതിമതഭേദമന്യേ എല്ലാവരിലേക്കും ഈ പെരുന്നാളിന്റെ പ്രകാശം പടരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. Allahu Akbar, Allahu Akbar. Yawmiddin, iyyaka na'budu wa iyyaka nasta'in. Dunya wal akhiratu khairun wa abqa. Allahu Akbar. Allahu liman hamidah. Allahu Akbar. കാസർഗോഡ് KNM സംഘടിപ്പിച്ച ടൗൺ സലഫി ഈദ്ഗാഹിൽ പ്രമുഖ പണ്ഡിതൻ യൂസുഫ് മൗലവി പ്രാർത്ഥനയ്ക്കും ഈദ് ഖുതുബയ്ക്കും നേതൃത്വം നൽകി. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസദാർഢ്യത്തിൻ്റെയും ഓർമ്മ പുതുക്കി വീണ്ടുമൊരു ബലിപെരുന്നാൾ കടന്നുവന്നിരിക്കുകയാണെന്നും പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും സമാനതകളില്ലാത്ത ത്യാഗസ്മരണകളാണ് ഈ ദിനം ലോകത്തിനു മുന്നിൽ വയ്ക്കുന്നതെന്നും യൂസുഫ് മൗലവി പറഞ്ഞു. ദൈവകൽപ്പനയ്ക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായി സമർപ്പിച്ച ആ മഹാത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പെരുന്നാളും. സ്നേഹവും കാരുണ്യവും പരസ്പര വിശ്വാസവും കൂടുതൽ ദൃഢമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുക, സഹജീവികളുടെ വേദനകളിൽ പങ്കുചേരുക എന്നതാണ് ബലിപെരുന്നാൾ നൽകുന്ന ഏറ്റവും വലിയ മാനവിക സന്ദേശമെന്നും യൂസുഫ് മൗലവി പറഞ്ഞു. നമ്മുടെ ഹൃദയങ്ങളിലെ അഹന്തയും സ്വാർത്ഥതയും മറുത്തുമാറ്റി സഹിഷ്ണുതയും പരസ്പരം ഉൾക്കൊള്ളുവാനുമുള്ള മനസ്സും വളർത്തിയെടുക്കുവാൻ സാധിക്കണമെന്നും അതിനുവേണ്ടിയുള്ളതാകട്ടെ ഈ പെരുന്നാളെന്നും യൂസുഫ് മൗലവി പറഞ്ഞു. ധാർമ്മികതയിലൂന്നി ജീവിക്കുന്ന പുതുതലമുറയാണ് നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യുക എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തയ്യാറാകണമെന്നും നാടിൻ്റെ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളുമാണ് ലോകമൊട്ടുമുള്ള ഈദ്ഗാഹുകളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നതെന്നും വിശദീകരിച്ച യൂസുഫ് മൗലവി ജാതിമത ഭേദമന്യേ എല്ലാവരിലേക്കും ഈ പെരുന്നാളിൻ്റെ പ്രകാശം പടരട്ടെ എന്നും ആശംസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് മനുഷ്യത്വത്തിനും മനുഷ്യ സഹോദരത്തിനും മാനുഷിക ഏകീകരണത്തിനും മനുഷ്യ സ്നേഹത്തിനും യാതൊരു വൈജാത്യങ്ങളോ വ്യത്യാസങ്ങളോ ഇല്ലാതെ തുറന്നു പ്രഖ്യാപിച്ച മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇതാ ഈ കൂടിയിരിക്കുന്ന അറബികളെ 1,20,000 വരുന്ന സഹാബത്തിന് മുൻനിർത്തിയും കൊണ്ട് അറബികളാകുന്ന അവരെ മുൻനിർത്തിയും കൊണ്ട് മുഹമ്മദ് നബി പറയുകയാണ്, ഇതാ അറബികളാകുന്ന നിങ്ങൾക്ക് അനർബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ പോരിശയില്ല. അങ്ങനെ ഒരു നിലക്കും അറബിക്ക് അനർബിയേക്കാളും കറുത്തവൻ വെളുത്തവനേക്കാളും ഒരു നിലക്കുമുള്ള ഫضലില്ല. ശ്രേഷ്ഠത ദൈവനിഷ്ഠയിൽ മാത്രമാണ്, ധാർമ്മിക നിഷ്ഠയിൽ മാത്രമാണ്, അള്ളാനെ ഭയപ്പെടുന്ന കാര്യത്തിൽ മാത്രമാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച 13ാമത്തെ ആയത്ത് പറയുന്ന കാര്യം അതാണ്. നമുക്കും ഈ ഈദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുവാനുള്ള സന്ദേശങ്ങൾ ഇതാണ്. മനുഷ്യരെല്ലാം കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആ ആദം മണ്ണിൽ നിന്നാണ്, നിന്റെ മടക്കവും മണ്ണിലേക്കാണ്. എല്ലാവരും മനുഷ്യരെല്ലാം ഒന്നാണ്. മാനുഷികയുടെ വിഷയത്തിൽ മനുഷ്യരെ നിങ്ങളൊക്കെ ഒന്നാണ്. ധർമ്മനിഷ്ഠ പുലർത്തുന്നവൻ ദൈവത്തിന്റെ അടുക്കൽ, അള്ളാന്റെ അടുക്കൽ സ്ഥാനീയനായിരിക്കാം. അത് നാളെ പരലോകത്തെത്തുമ്പോഴാണ്
അത് എന്താണ് എന്ന് തീരുമാനിക്കപ്പെടുക, നമുക്ക് അറിയുവാൻ കഴിയുക. യാ അയ്യുഹന്നാസ്, മനുഷ്യ ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.